നിലമ്പൂരിൽ CPM കോൺഗ്രസ് ഡീലെന്ന് നിലമ്പൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട്ട്. നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ മീറ്റ് ദ പ്രസ് പരിപാടിയിലാണ് ഡീൽ ആരോപണം ഉയർത്തിയത്. റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ. ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി PV അൻവറിനെ പരാജയപ്പെടുത്താനും LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസിന്റെ വിജയം ഉറപ്പാക്കാനുമാണ് നിലമ്പൂരിൽ UDF CPM ഡീലെന്ന് അദ്ദേഹം പറഞ്ഞു. അൻവർ വിജയിച്ചാൽ നിലമ്പൂരിലെ ഒരു വിഭാഗം കോൺഗ്രസുകാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. LDF പട്ടികയിൽ ആദ്യമുണ്ടായിരുന്ന പ്രൊഫസർ M തോമസ് മാത്യുവിനെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത് ഈ ഡീലിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഒരു ചെറിയ വ്യത്യാസത്തിനാണ് ഒരു മുന്നണി ജയിച്ചത്. 11,000-ൽ പല വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. അതിനു മുൻപും അതിലേറെ വോട്ടിന് ഭൂരിപക്ഷത്തിന് മറുഭാഗത്തും ജയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ ഒരു ഇലക്ഷൻ വന്നപ്പോ അതുപോലെ ഒരു ശക്തമായ മത്സരം നടത്തിയാൽ സ്വാഭാവികമായിട്ട് LDF-ന് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ LDF അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി എന്ന് മാത്രമല്ല, അതിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകന് ബേപ്പൂര് വിജയിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ബോധിപ്പിക്കാൻ സാധിക്കും. കാരണം അവിടെ LDF-നെ വഞ്ചിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന് അകാരണമായി രാജിവെച്ചു പോയ നമ്മുടെ മുൻ MLA-ക്കെതിരെ CPM-ന്റെ ഉള്ളിൽ അവരിനി ഒരിക്കലും നിയമസഭ കാണരുത് എന്ന് ഒരു താല്പര്യം അവരുടെ ഉള്ളിലുണ്ട്. മാത്രമല്ല, മരുമകനെ വിജയിപ്പിക്കണമെന്ന് പാർട്ടിക്ക് വലിയൊരു താല്പര്യമുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഡീൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഉണ്ടാകണമല്ലോ, ഉണ്ട് എന്ന് തന്നെ നമുക്കറിയാമല്ലോ. ആളുകളുടെ പേരൊന്നും ഇപ്പൊ നമുക്ക് പുറത്തു വിടാൻ പറ്റില്ല. കാരണം രണ്ട് തരത്തിലുണ്ട്. അത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഈ MLA അവിടെ വന്ന് ജയിച്ചാൽ അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിന്റെ പാർട്ടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായി അദ്ദേഹം എവിടെ വരും? കോൺഗ്രസിന്റെ അകത്ത് വരണം. കോൺഗ്രസിന്റെ അകത്ത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം കയറി കൂടിയാൽ പിന്നെ ഇവിടുത്തെ MLA-ക്ക് വലിയ റോളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവരും അതിൽ ചരട് വലിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 1996-ലും 2011-ലും ആര്യാടൻ മുഹമ്മദിന്റെ ഭൂരിപക്ഷം 6000-ൽ താഴെ കൊണ്ടുവന്ന പ്രൊഫസർ M തോമസ് മാത്യുവിനെ വീണ്ടും മത്സരിപ്പിച്ചാൽ വിജയസാധ്യത ഉണ്ടാകുമെന്ന ബോധ്യത്തിലാണ് ദുർബലനായ സ്ഥാനാർത്ഥിയെ ഇറക്കിയത്. തോമസ് മാത്യു പ്രചരണ രംഗത്തില്ലെന്നും ഗിരീഷ് മേക്കാട്ട് പറഞ്ഞു. നിലമ്പൂർ മണ്ഡലത്തിന്റെ സമഗ്ര വികസനമാണ് NDA മുന്നോട്ട് വയ്ക്കുന്നത്. മുണ്ടരി മുട്ടിക്കടവ് ഫാമുകളുടെ വികസനവും ലക്ഷ്യമാണ്. ഫാമുകൾ കാർഷിക സർവകലാശാലയാക്കി മാറ്റും. LDF-ഉം UDF-ഉം വർഗീയത പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്. NDA വികസനമാണ് മുന്നോട്ട് വെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ട് കാര്യത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും. ഒന്ന്, നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ ഞങ്ങൾ തീർച്ചയായും അത് പ്രാവർത്തികമാക്കും അടുത്ത 5 വർഷത്തിനകം. രണ്ട്, വന്യമൃഗശല്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ താമസിക്കുന്നത് വനമേഖലയോട് ചേർന്നാണ്. കാരണം എൻ്റെ വീടിന്റെ അതിർത്തി വനമാണ്. അപ്പൊ എന്താണ് വനമേഖലയിലുള്ള വിഷയങ്ങളെന്ന് കൃത്യമായി അനുഭവിക്കുന്ന ആളാണ് ഞാൻ. പ്രത്യേകിച്ച് അവിടെ കൃഷിയും മറ്റ് കാർഷിക മേഖലയുമൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാനും എൻ്റെ കുടുംബവും. അപ്പൊ തീർച്ചയായും എന്താണ് ആ പ്രശ്നമെന്ന് കൃത്യമായ ധാരണയുണ്ട്. അതിന് ശാശ്വതമായ പരിഹാരം നമ്മുടെ ഭാഗത്തുണ്ട് താനും. ഈ വനമേഖലയും ജനവാസ മേഖലയും തമ്മിൽ ഒന്ന് വേർതിരിച്ച് ഒരു നല്ല സംവിധാനം നമ്മൾ പ്ലാൻ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ഈ വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും കേന്ദ്ര പാരിസ്ഥിതിക വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വന്യമൃഗങ്ങളെ നാട്ടിലേക്ക് ഇറങ്ങാതെ വനത്തിൽ സംരക്ഷിക്കാനുള്ള ഒരു ബൃഹത്തായ പദ്ധതി നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ സാധിക്കും. പാരിസ്ഥിതിക പ്രശ്നങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുക. അതിനുള്ള ഒരു വലിയ പ്രൊജക്ട് ഞങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി ഈ നാട്ടിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രഗത്ഭമതികളായ ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തും. നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കും. നിലമ്പൂർ CNG റോഡിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ആവശ്യമായ രീതിയിൽ റോഡ് വികസനം യാഥാർത്ഥ്യമാക്കുമെന്നും ജമാഅത്തെ ഇസ്ലാമിയെ എന്നും തള്ളിപ്പറഞ്ഞിട്ടുള്ള ആര്യാടൻ മുഹമ്മദിന്റെ നിലപാടിൽ നിന്നും കോൺഗ്രസ് പിന്നോട്ട് പോയെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ ഇരുമുന്നണികളും ഇക്കുറി ജില്ലയിലെ ന്യൂനപക്ഷമായ ഹൈന്ദവ വിഭാഗത്തെ തഴഞ്ഞിരിക്കുകയാണ്. നിലമ്പൂരിൽ ഇക്കുറി മത്സരിക്കുന്നത് വിജയിക്കാൻ തന്നെയാണ്. എല്ലാ വിഭാഗങ്ങളും ഇക്കുറി പിന്തുണ അറിയിച്ചിട്ടുണ്ട്. പ്രൊഫസർ തോമസ് മാത്യു ഉൾപ്പെടെ തനിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഇതുവരെയുള്ള MLA-മാരെടുത്ത് പരിശോധിച്ചു, ഇവിടുത്തെ ഭൂരിപക്ഷത്തിനെ ഇവർ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ശരി. ന്യൂനപക്ഷത്തിനെ പരിഗണിക്കുന്നതിൽ നമുക്കാർക്കും വിയോജിപ്പൊന്നുമില്ല.
പക്ഷെ ഭൂരിപക്ഷത്തിനെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഭൂരിപക്ഷം വോട്ട് എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിന്റെയാണ്, അഥവാ ഹൈന്ദവ സമൂഹത്തിന്റെ ആണ് വോട്ട്. പക്ഷെ നിലമ്പൂർ മണ്ഡലത്തിൽ പോലും അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥി ഇവരാരും പരിഗണിക്കില്ല. സംഘടിതമായ മതന്യൂനപക്ഷങ്ങളുടെ വോട്ടിനെ കേന്ദ്രീകരിക്കാൻ വേണ്ടി അവരെന്നും ആ ഒരു നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ജനങ്ങളുടെ ഇടയിൽ അതിന്റെ പ്രതിഷേധമുണ്ട്. ആകെ മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷമുള്ള കുറച്ച് മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഒരു കാര്യം ആലോചിച്ച് നോക്കും, ന്യൂനപക്ഷത്തിന്റെ പരിഗണന കിട്ടുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ ന്യൂനപക്ഷത്തിന്റെ പരിഗണന ആർക്ക് കിട്ടണം? മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷം ആരാ? അപ്പൊ ന്യൂനപക്ഷത്തിന് പരിഗണന കിട്ടുന്നുണ്ടെങ്കിൽ അത് മലപ്പുറം ജില്ലയിൽ ഇവിടുത്തെ ഹൈന്ദവ വിഭാഗത്തിന് കിട്ടണ്ടേ? എന്തുകൊണ്ട് അവിടെ വരുമ്പോൾ അത് പരിഗണിക്കുന്നില്ല? ഇവിടുത്തെ മലപ്പുറം ജില്ലയിൽ സാമൂഹികപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ ഇവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്ന മുസ്ലിം സമൂഹം ഉന്നതിയിലാണ്. പക്ഷെ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ആ നിലയ്ക്ക് ഏത് തരത്ത് പരിശോധിച്ചാലും താഴത്താ. എന്തുകൊണ്ട് അവർക്കുള്ള പരിഗണന ലഭിക്കുന്നില്ല? വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ UDF LDF ചില കള്ളക്കളികൾ നടത്തി കപടമായ മതേതരത്വം പറയുന്നത് കൊണ്ടാണ് അത് പരിഗണിക്കാതിരിക്കുന്നത്. അത് നമ്മൾ തുറന്നു കാണിക്കും. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രശ്മിൽനാഥ്, വൈസ് പ്രസിഡന്റ് അജി തോമസ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. A+ വിഷൻ, നിലമ്പൂർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.